ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സാമ്പാർ പൊടി വെച്ച് ഒരു അടിപൊളി റൈസാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അടിപൊളി റൈസ് എന്ന് പറഞ്ഞാൽ കിടിലം തന്നെ എന്ന് പറയാം. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പം വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു അരക്കപ്പ് വൻപയർ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വെക്കുക. ഒരു അരമണിക്കൂർ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്കത് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊരു കുക്കറിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു 2 വിസിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു 2 വിസിലിട്ട് മാത്രം നമ്മൾ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു കുക്കറിനകത്താണ് ഇത് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അല്പം ഉപ്പും ചേർത്തിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് നമുക്കിത് കുക്കായിട്ട് കിട്ടും. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ഈ ഒരു അളവിലുള്ള ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അത് നമുക്ക് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണ് സാമ്പാർ പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വൻപയർ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 2 വിസിൽ വരുത്തിയിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് 2 വിസിൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുക കേട്ടോ കുക്കർ. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ കണ്ടില്ല, ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കറക്റ്റ് വെള്ളമൊക്കെ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളിത് സോക്ക് ചെയ്തിട്ടൊന്നല്ല ഈ ഒരു റൈസ് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണവും രുചിയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയിലൂടെ വീണ്ടും കാണാം. താങ്ക്